ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് ക്ലാസ് ഡി ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ ഇതിന് മാത്രം ഇൻഡക്ടറുകൾ കാണാൻ സാധിക്കുന്നത്? എന്നാൽ സാധാരണ ഒരു അനലോഗ് ആംപ്ലിഫയറിൽ ഇതുപോലുള്ള കോയിലുകൾ വളരെ റെയർ ആയിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്ലാസ് ഡി ആംപ്ലിഫയറുകളിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ചെറിയ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിക്കും അനുസൃതമായിട്ട് വലിയൊരു ആംപ്ലിറ്റ്യൂഡുള്ള പൾസിൻ്റെ വിഡ്ത്തിനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മോഡുലേറ്റ് ചെയ്ത സിഗ്നലിനെ നമ്മൾ ഒരു ലോ പാസ് ഫിൽറ്ററിലൂടെ കടത്തി വിട്ടാൽ ആ വലിയ ചേഞ്ചസ് നമുക്ക് ഒറിജിനൽ സിഗ്നലിൻ്റെതായിട്ട് തന്നെ തിരിച്ചു കിട്ടും. ഇങ്ങനെയാണ് PWM വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലോ പാസ് ഫിൽറ്റർ ഔട്ട്പുട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീക്കറിൽ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള തരംഗങ്ങളായിരിക്കും എത്തുന്നത്. അത് നമുക്ക് കേൾക്കാനും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോ പാസ് ഫിൽറ്ററിൻ്റെ ഒരു ഉപയോഗം. ഇനി നമ്മൾ ഇതേ ടെക്നിക്ക് നമ്മളൊരു സാധാരണ ഒരു ആംപ്ലിഫയറിൻ്റെ അകത്ത് വേണ്ടി വരുന്നില്ല. കാരണം സാധാരണ ഒരു ഓപ്പാമ്പ് ഒരു ഫ്രീക്വൻസിയെ മോഡുലേറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഉയർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒറിജിനൽ സിഗ്നൽ അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അനലോഗ് ആംപ്ലിഫയർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ അനലോഗ് ആംപ്ലിഫയറിൽ പ്രത്യേകിച്ച് ഇൻഡക്ടറിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ വരാറില്ല. ക്ലാസ് ഡി ആംപ്ലിഫയർ വളരെയധികം എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹീറ്റും കുറവായിരിക്കും, ഹീറ്റ് സിങ്ക് ചെറുത് മതിയായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പഴയ അനലോഗ് ആംപ്ലിഫയർ തന്നെയാണ് സൗണ്ട് ഫിഡിലിറ്റി കേമൻ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ എന്ത് തന്നെയായാലും ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് ടിപ്പുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.